പ്രതിപക്ഷത്തിനും കുറേയേറെ പാഠങ്ങൾ ഈ സമര വിജയം നൽകുന്നുണ്ട് എന്നതാണ്. എന്ന് വെച്ചാൽ 35 ദിവസം നീണ്ട സമരം വിജയം കാണുമ്പോൾ ശരിയാണ്, പ്രതിപക്ഷം കുറേ കാത്തിരുന്നതിന് ശേഷം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ അത് പൂർണ്ണമായി ഏറ്റെടുത്തില്ല എങ്കിൽ കൂടിയും അതിനോട് ചേർന്ന് പോകുന്ന ഒരു രീതി എടുത്തു. അതൊരു നല്ല സ്ട്രാറ്റജി ആയിരുന്നു. ഒരു പക്ഷേ സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതും ഭരണപക്ഷത്തിനും BJPക്കും കാര്യമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയായിരിക്കാം ഒരു പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്ക് പോയത്. പക്ഷേ ഈ കൊക്രോച്ചുകളുടെ സമരം, ഈ പാറ്റകളുടെ സമരം, അത് വിജയം കണ്ട വഴി, അതിൻ്റെ രീതി, ശീലങ്ങളൊക്കെ പുതിയ ചില സമരമുറകൾക്കും പുതിയ ശീലങ്ങൾക്കും തുടക്കമിടുകയാണ്. അതുകൊണ്ട് ഈ സമരം എന്തെല്ലാം പാഠങ്ങൾ പ്രതിപക്ഷത്തിൽ നൽകുന്നു എന്നതുകൂടി നോക്കാം. ദാവൂദ് സയ്യിദ്, ഇതിപ്പോൾ ശരിയാണ്, അവസാന സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത സ്ട്രാറ്റജിയൊക്കെ കുറേയേറെ പ്രശംസിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ ജന്തർ മന്ദിറിലേക്ക് ഇതുവരെ രാഹുൽ ഗാന്ധി പോയിട്ടില്ല. പക്ഷേ ആ വിദ്യാർത്ഥികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു, അവർക്ക് മുറിവ് പറ്റിയതെല്ലാം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ അവരോട് ചേർന്ന് പോകുന്ന രീതി എടുത്തു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സമര വിജയം പ്രതിപക്ഷത്തിന് എന്തെല്ലാം പാഠങ്ങൾ നൽകുന്നു? ഓഫ് കോഴ്സ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ആസ് എ പേഴ്സൺ, അദ്ദേഹം ഇതിൽ എടുത്തിരിക്കുന്ന പൊസിഷൻ വളരെ പ്രശംസനീയമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഒരാളാണെന്ന് വരുത്താൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതേസമയം ഞാനിതിൻ്റെ ഇത് മൈൻഡ് ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു ഈഗോ, ഞാനിവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുക, ഇതേതായി പിള്ളേർ വന്ന് സമരം ചെയ്യുന്നു എന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ഓരം ചേർന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനൊരു നാഷണൽ ഡയലോഗ് ഡിബേറ്റിൻ്റെ ഭാഗമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. സമരത്തെ തന്നെ മുൻനിർത്തി തന്നെ കാണിച്ച് സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ സമരമാണെന്ന് ആരോപിക്കാനുള്ളൊരു അവസരം ഭരണകൂടത്തിന് കൊടുത്തില്ല. ആ നിലക്കൊക്കെ വാട്ട് ഹി ഹാസ് ഡൺ വാസ് സ്മാർട്ട്. പക്ഷേ അങ്ങനെ ഹാവിങ് സെഡ് ദാറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ആലോചിക്കേണ്ട കാര്യമുണ്ട്. 140 വർഷം പ്രായമായ പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് 140 ദിവസമേ പ്രായമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 140 വർഷം പ്രായമായ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അവർക്ക് സ്വപ്നത്തിൽ സാധിക്കാത്ത ഒരു സമര വിജയം ഈ 140 ദിവസം പോലും പ്രായമാകാത്ത കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതിന് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു അശരീരി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണത്. അവർക്കത് സാധിച്ചു. എങ്ങനെ സാധിച്ചു എന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ ഉള്ളിൽ റിസൻമെൻ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. ഇനി അഥവാ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൊബിലൈസ് ചെയ്യാൻ, ഒരു മാസ് മൂവ്മെൻ്റാക്കി മൊബിലൈസ് ചെയ്യാൻ, മുമ്പ് അത് പറഞ്ഞു തരുന്നത് പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൊബിലൈസേഷനാണ്, സ്ട്രീറ്റ് മൊബിലൈസേഷനാണ്. ആ നിലക്ക് അതിനെ മൊബിലൈസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു. എത്രത്തോളം ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ആദ്യം രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് ഹരിയാന വോട്ട് ചോരിയാണ്. ഓർമ്മയില്ല പത്രസമ്മേളനം, കെട്ടുകണക്കിന് ഫയലുകളുമായി വന്ന് പത്രസമ്മേളനം. എന്താണ് അതിലെന്താ അദ്ദേഹം പറയുന്നത്? ഇത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഹരിയാന ഇലക്ഷൻ എന്ന് പറയുന്നത് അത് സ്റ്റോളൻ വേർഡിക്റ്റാണ്. നമ്മളായിരുന്നു ജയിക്കേണ്ടത്, നമ്മളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ നമുക്കാണ് വോട്ട് ചെയ്തത്, പക്ഷേ ഇവന്മാരിത് കട്ടുകൊണ്ടുപോയതാണ്. എന്നിട്ട് ഇത്രയും വിശദമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞിട്ട് ഹരിയാനയിലെ ഒരു നഗരത്തിൽ പോലും ഒരു സായാഹ്ന ധർണ പോലും നടന്നില്ല. സ്പോണ്ടാനിയസ് ആയിട്ട് ജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ ഇറങ്ങേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടായില്ല. ഈ സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൻ്റെ തോറ്റ സ്ഥാനാർത്ഥികൾ അവർ അനുയായികളെ കൂട്ടി റോട്ടിലിറങ്ങണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു മൊബിലൈസേഷൻ എന്ന് പറയുന്ന, മാസ് മൊബിലൈസേഷൻ എന്ന് പറയുന്നൊരു സംഗതി, ഇത്രയും റിസൻമെൻറ്റ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടും അത് നടന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ UP ഇതിൻ്റെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം യഥാർത്ഥത്തിൽ നമ്മളായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ ഒരു എന്താണ് ഖിന്നനായി സംസാരിക്കേണ്ട ഒരാളല്ലല്ലോ പ്രതിപക്ഷ നേതാവ്. നമ്മളാണ് ജയിക്കേണ്ടിയിരുന്നത്, നമ്മളാണ് ജയിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്നല്ലേ? എന്തുകൊണ്ട് ആ ജനങ്ങളെ റാലി ചെയ്യിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എന്തുകൊണ്ട് പറ്റിയില്ല? ഈ പയ്യന്മാർക്ക് ബോസ്റ്റണിൽ പഠിക്കുന്ന ആളാണ് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ആൾ. ബോസ്റ്റണിൽ 2 ആഴ്ച മുമ്പാണ് അയാൾ വിമാനം ഇറങ്ങിയത് ഇവിടെ ഡൽഹിയിൽ. അയാൾക്കിത് സാധിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിച്ചില്ല? നമുക്കെന്തുകൊണ്ട് ഇത് സാധിച്ചില്ല എന്ന് പ്രതിപക്ഷം ആലോചിക്കേണ്ട ദിവസമാണ്. നോക്കൂ, UPയിൽ
2.6 കോടിയല്ലേ, SIR കഴിഞ്ഞു, 2.6 കോടി മനുഷ്യരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത്. അതിൽ പകുതിയും ഇതെന്ന് വിചാരിക്കുക, മരിച്ചു പോയവരോ അല്ലെങ്കിൽ ഡബ്ലിങ്ങോ ഈ റീലൊക്കേറ്റ് ചെയ്ത ആളുകളോ ഒക്കെയാണെന്ന് വിചാരിക്കുക. എന്നാലും പകുതി ആളുകളില്ലേ, 2.5 കോടിയിൽ 1.25, അതും തട്ടിയേക്ക് 50 ലക്ഷം ആളുകൾ എടുക്കുക. അവർ ഈ 50 ലക്ഷം ആളുകളെ സംഘടിപ്പിച്ച് നിർവചൻ സദൻ്റെ മുമ്പിൽ ഇതേപോലെ ഒരു സമരം നടത്താൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് സാധിക്കാത്തത്? രാഹുൽ ഗാന്ധിയും അഖിലേഷും വിചാരിച്ചാൽ അത് സാധിക്കില്ലേ? UP നെക്സ്റ്റ് ഡോർ ടു ഡൽഹി, അവിടെയാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ ഡിറക്റ്റ് അഫക്റ്റീസ് ആയിട്ടുള്ള ഈ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഏജൻസികളുടെ പണികളാൽ, അതിൻ്റെ ദുഷ്ചെയ്തികളാൽ, അതിൻ്റെ ഡിറക്റ്റ് അഫക്റ്റീസ് ആയിട്ടുള്ള tens of thousands of millions of people are there. അവരെ കാണുക, അവരോട് സംസാരിക്കുക, അവരെ റാലി ചെയ്യിക്കുക. ഇതാണ് പ്രതിപക്ഷതർ ഏത് പ്രതിപക്ഷമാകട്ടെ, അത് BJP ആണ് പ്രതിപക്ഷം ചെയ്യേണ്ട പണി അതാണ്. ജനങ്ങൾക്കിടയിലുള്ള റിസൻമെൻറ്റ്, ജെന്യുവിൻ റിസൻമെൻറ്റ്, ഭരണകൂടത്തിൻ്റെ ചെയ്തികളോടുള്ള വിമർശനം, അതിൻ്റെ എഫക്റ്റീസ് ആയിട്ടുള്ള മനുഷ്യർക്കുണ്ടാകുമ്പോൾ ആ വിമർശനത്തെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാക്കി മാറ്റുക, ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അപ്പോൾ റിസൻമെൻറ്റ് ഈസ് ദെയർ, പീപ്പിൾ ആർ ദെയർ, ബട്ട് നോ മൊബിലൈസേഷൻ. ഇതാണ് പ്രതിപക്ഷം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം ഗംഭീരമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്സിന് അതല്ലല്ലോ. അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റ് എന്നുള്ള നിലക്കാണ് പേര്. ഞാൻ പറഞ്ഞു, ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ആ ഒരു എന്താ ഇന്ത്യ കണ്ട ഗംഭീരനായ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള അദ്ദേഹത്തിൻ്റെ അതിനൊന്നും വിലർച്ച കാണിക്കുകയല്ല. പക്ഷേ സ്ട്രീറ്റ് മൊബിലൈസേഷൻ എന്നുള്ളത് നിർണായകമാണ്, ജനാധിപത്യത്തിൽ നിർണായകമാണ്. അപ്പോൾ പ്രത്യേകിച്ച് 5 വർഷത്തിൽ ഇലക്ഷൻ നടക്കുന്ന, ഇലക്ഷനിലൂടെ കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന ഒരു ഘടനയിൽ അത് എന്തുകൊണ്ട് നമുക്കിത് സാധിച്ചില്ല, എന്തുകൊണ്ട് നമ്മളിത് ചെയ്തില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതൃത്വം ആലോചിക്കേണ്ട, ആത്മവിചാരം നടത്തേണ്ട അവസരമാണ്. നിങ്ങളതിന് സന്നദ്ധമായിരുന്നുവെങ്കിൽ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ കൂടുവാൻ, നിങ്ങളോടൊപ്പം മുദ്രാവാക്യം വിളിക്കുവാൻ, തെരുവിലേക്ക് വരുവാൻ ജനങ്ങളുണ്ടായിരുന്നു. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കാരണങ്ങളുമുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുണ്ട്, പ്രതിഷേധിക്കാൻ കാരണങ്ങളുണ്ട്, പാർട്ടിയുമുണ്ട്. പക്ഷേ ഇത് മാത്രം നടന്നില്ല. അപ്പോൾ ബോസ്റ്റൺ എന്നൊരു ചെറുപ്പക്കാരൻ വരുന്നു, അദ്ദേഹം പിള്ളേരെ സംഘടിപ്പിക്കുന്നു, ഇത് സാധിക്കും കേട്ടോ എന്ന് ആ ചെറുപ്പക്കാരൻ രാജ്യത്തോട് മൊത്തം പറഞ്ഞിരിക്കുകയാണ്. അജിംസ്, ഇതിലിപ്പോൾ ദാവ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഉള്ളിൽ ഈ തീപ്പൊരി പേറിയ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പക്ഷേ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിറകിൽ അണിനിരക്കാൻ കഴിഞ്ഞില്ല? അവർക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ കൊടിക്കൂറൊക്കെ താഴെ അണിനിരക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അണിനിരക്കാൻ ഇങ്ങനെ ഒരു അഭിജിത് ദീപ്കെ വരേണ്ടി വന്നു, അങ്ങനെ ഒരു കൂട്ടായ്മ വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ സമരം ഈ സാമ്പ്രദായിക പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനും പ്രതിപക്ഷത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഇത്തരം ജനകീയ സമരങ്ങൾ, ഈ ജനകീയ സമരങ്ങൾക്ക് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഡിമാൻഡ്സ്, മുദ്രാവാക്യങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഈ മുല്ലപ്പൂ വിപ്ലവം തുടങ്ങുന്നതിൻ്റെ പേരിലാണ് ഒരു ഉന്തുവണ്ടിക്കാരൻ, പച്ചക്കറി വിൽക്കുന്നൊരു യുവാവ് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അവനെ പോലീസ് സമ്മതിക്കാതെ വളരെ വളരെ ലോക്കലായിട്ടുള്ള, ഇന്ത്യയെ സംബന്ധിച്ച് 140 കോടി ജനങ്ങളുടെ രാജ്യത്ത് വളരെ ലോക്കലായിട്ടുള്ള, എല്ലാ ദിവസവും നടക്കുന്നു, പ്രാദേശിക പത്രത്തിൻ്റെ ഒരു ലോക്കൽ പേരിൽ ഒറ്റക്കോളം വാർത്തകയാവുന്ന ഒരു സംഭവത്തിലാണ് ഒരു രാജ്യത്ത് ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് വിപ്ലവം ഉണ്ടാകുന്നത്. ബംഗ്ലാദേശിൽ നോക്കുക, നേപ്പാളിൽ നോക്കുക, ഇതൊക്കെ വളരെ ഗ്യാസ് സിലിണ്ടറിന് വില കൂടിയത്, അങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങളിലാണ് തുടങ്ങുക. യഥാർത്ഥത്തിൽ അത്തരം സമരങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഇന്ധനം എന്ന് പറയുന്നത് ഒന്ന് ജീവിതം വഴിമുട്ടിയ മനുഷ്യർ, ഭരണകൂടത്തോടുള്ള അതീവ ഗുരുതരമായ അസംതൃപ്തിയുള്ളവർ, ഇവരെന്ത് ചെയ്യുന്നു? അവർ സ്വയം സംഘടിച്ച് സമരം ചെയ്യുന്നതാണതല്ല. ആ രാജ്യങ്ങളിലെല്ലാം നടന്നത് അങ്ങനെ തന്നെയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തതല്ല. ഇവിടെയും പ്രശ്നം അതാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു ജിയോഗ്രഫി വേറെ തന്നെയാണ്. ഇത്രയധികം വലിയ സംസ്ഥാനങ്ങൾ, ഇത്രയധികം ജനസംഖ്യ, അങ്ങനെ സെൽഫ് മൊബൈലൈസ് ചെയ്തിട്ടുള്ള ഒരു സമരം ഉണ്ടാവുക അസാധ്യമാണ്. അത് അങ്ങനെ ഉണ്ടായാൽ തന്നെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ അത് ഒതുങ്ങിപ്പോകും. ഒരു നാഷൻ വൈഡ് സമരമായോ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമായോ മാറുന്നില്ല. അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? രാജ്യം മുഴുവൻ വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത്തരം സമരങ്ങൾ മൊബൈലൈസ് ചെയ്യേണ്ടതുണ്ട് ബോധപൂർവം. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ്സിന് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫുട് പ്രിൻറ്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ സംഘടനാ ശരീരം വളരെ ദുർബലമാണ്. അങ്ങനെ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാനതിന് പറ്റില്ല. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുള്ള സമരത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം എത്രമാത്രം അതിനോട് ഇന്ന് തന്നെ ഈ സമരം വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ
മോദി എന്നൊരൊറ്റ വാക്കില്ല. മോദി എന്നൊരു വാക്ക് അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ അത്തരം നേതാക്കളും അത്തരം പ്രവർത്തകരും അത്തരം സംഘടനാ സംവിധാനം കൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും അങ്ങനെ അതിന് മൊബൈലൈസ് ചെയ്യാൻ പറ്റില്ല. അത് അവർ സ്വയം കണ്ടെത്തണം. ഇപ്പം ഞങ്ങൾ ഒരു റെസിസ്റ്റൻസ് പാർട്ടിയാണ്, ഞങ്ങൾ 140 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ, അത് സമാജ്വാദി പാർട്ടിക്കോ CPM-നോ CPI-ക്കോ ഒന്നുമല്ല, കോൺഗ്രസിനാണ് അതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പാർട്ടി. അത് കോൺഗ്രസ് ആദ്യം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ജന്തർ മന്ദറിലെയും ബോംബെയിലെയും സമരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ സമരത്തിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള കുറേയധികം കൾച്ചറൽ തീമുകളുണ്ട്. പൊളിറ്റിക്കൽ തീമുകൾ വിടുക, പൊളിറ്റിക്കൽ തീമിൽ തെറിയുണ്ട്, അശ്ലീലമുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും എന്തല്ല തെറ്റല്ല എന്ന് ഉറച്ച ബോധ്യമുള്ള, മോദിയെ തെറി വിളിക്കുന്നൊരു തെറ്റേ അല്ല എന്ന് ഉറച്ച ബോധ്യമുള്ളൊരു തലമുറയാണ് അത് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, അവരുടെ റീൽസിൽ വരുന്ന സോങ്ങുകൾ, അവരവിടെ ആലപിക്കുന്ന സോങ്ങുകൾ. ഇപ്പോൾ 2014 മുതൽ ഇതുവരെ നമ്മുടെ കൾച്ചർ എന്തിനാ അടിസ്ഥാനപ്പെടുത്തിയാണ്? പാട്രിയോട്ടിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദേശസ്നേഹം, വിജൃംഭിച്ച ദേശസ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സിനിമകൾ, ബ്ലോക്ക് ബസ്റ്റർ സിനിമകളെല്ലാം അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ദുരന്തർ സിനിമ പോലും രാജ്യസ്നേഹമാണ്. ഒരു പാട്ട് കഴിഞ്ഞ 12 വർഷത്തെ ഇറങ്ങിയ സിനിമയിൽ നിന്ന് ഒരു പാട്ട് നിങ്ങൾക്ക് അറിയില്ല കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ ആലപിക്കുന്ന ഏതെങ്കിലും ഒരു സോങ്, ഉറിയിലെയോ അല്ലെങ്കിൽ ദുരന്തറിലൊക്കെ വലിയ മാസ് സോങ്സ് ഉണ്ട് അല്ലേ? RRRലെയോ ഏതെങ്കിലും ഒരു സോങ് കാണിച്ചു തരാൻ പറ്റുമോ? അവിടെ നിന്ന് വരുന്ന സോങ്ങുകൾ ഏതാണ്? ഈ കുട്ടികൾ ജനിക്കുന്ന സമയത്തോ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളിലെ രംഗ്ദേ ബസന്തിലെ പാട്ട്, താരേ സമീൻ പറിലെ പാട്ട്, റോക്ക് സ്റ്റാറിലെ പാട്ട്, ഈ പാട്ടുകളാണ്. അത് ആക്സിഡൻ്റലി സംഭവിക്കുന്നതല്ലല്ലോ സൈഫു. ആ പാട്ടുകൾ മതി. കഴിഞ്ഞ 12 വർഷത്തെ സിനിമയിൽ ഒരു പാട്ടും വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ പറഞ്ഞ ചീഞ്ഞ വിജൃംഭിത കപട ദേശസ്നേഹത്തെ, ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? AR റഹ്മാൻ്റെ വന്ദേമാതരം ആലപിക്കുന്നു. അവർ വന്ദേമാതരം ആലപിക്കുന്നു. പോലീസ് തല്ലാൻ വരുമ്പോൾ സ്റ്റഡി ആയിട്ട് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ചെയ്യുന്ന പോലെ ദേശീയഗാനം ആലപിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, ഞങ്ങളാണ് ട്രൂ പാട്രിയറ്റ്സ്, നിങ്ങളല്ല മിത്രങ്ങളെ, നിങ്ങളല്ല. നിങ്ങളുടെ ദേശസ്നേഹം കപടമാണ്, വ്യാജമാണ്. ഞങ്ങളാണ് ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ എന്ന കൃത്യമായ കൾച്ചറൽ സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിനൊരു പാഠം കൂടിയുണ്ട്. എങ്ങനെയാണ് ട്രൂ പാട്രിയറ്റ് ആവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പാഠമുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്ന സംഖ്യകൾക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങളാണ് യഥാർത്ഥ ദേശസ്നേഹികൾ എന്ന് ഉറച്ചു പറയാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനിയുമായിട്ടില്ല. അവരിപ്പോഴും റിസോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? BJP ഇപ്പോഴും റിസോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സമരം വരുമ്പോൾ തന്നെ അവർ പറയുന്നത് നിങ്ങൾ മറ്റ് രാജ്യക്കാരാണ് എന്നാണ്. പാകിസ്ഥാനാണ്, അമേരിക്കയാണ്, ബംഗ്ലാദേശാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും ആർക്ക് കഴിയുന്നില്ല? ട്രഡീഷണൽ രാഷ്ട്രീയ പാർട്ടിയിൽ കഴിയുന്നില്ല, ഈ വിദ്യാർത്ഥികൾ കഴിയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ചോദ്യം ചെയ്യുന്നു, അവരുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഞങ്ങളാണ് ദേശസ്നേഹികൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ രാജ്യമാണിത്, ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ചോദ്യം ചോദിക്കുന്നവർ കുറച്ച് അസേർട്ടീവായിട്ട് പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു വേറെ തരത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ആർക്കില്ല? രാഷ്ട്രീയ പാർട്ടികൾക്ക്. അവർ ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്. അവർ രാഷ്ട്രീയം പറയുന്നു, ആ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് അവർ കേൾക്കണം. എന്ത് രാഷ്ട്രീയമാണ് അവർ പറയുന്നത്? നിങ്ങൾ വിചാരിക്കും ഇവരെന്തൊക്കെയാണ് ഇത് പറയുന്നത്? ഞാൻ വേറൊരു റീൽ കണ്ടൊരു കാര്യം, ഫ്രീ സിഗരറ്റ്സ്. ജന്തർ മന്ദറിൽ ഒരു സ്റ്റാൾ ടേക്കാണ്, ഫ്രീ സിഗരറ്റ്. അതായത് സിഗരറ്റ് കഴിക്കുന്നവർ സിഗരറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇല്ലീഗലല്ലേ? അത്തരം ഒരു പബ്ലിക് പ്ലേസിൽ ഇത് കൊടുക്കുന്നു. അതിനൊക്കെ പിന്നിൽ വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. സിഗരറ്റ് വലിക്കുന്നവർ ഫ്രീ ആയിട്ട് സിഗരറ്റ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നവർ തന്നെ സിഗരറ്റ് കൊടുക്കുന്നു. ഞാൻ അവിടെ നിന്നുള്ളൊരു 600-700 അധികം റീലുകൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ. അതിൽ ഓരോ റീലിലും വളരെ സൂക്ഷ്മമായുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവർ പറയുന്ന തമാശകളുണ്ട്, അവർ പറയുന്ന പാട്ടുകളുണ്ട്, അവർ വിളിക്കുന്ന തെറികളിൽ പോലും ഉണ്ട്. ഈ മോദിയെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ 12 വർഷമായി മോദിയെ വിമർശിച്ചാൽ ജയിലിൽ പോയി കിടക്കും. മോദിയെ വിമർശിച്ചാലാണ് നമ്മളെ നിരോധിച്ചത്, നമ്മുടെ ചാനൽ നിരോധിച്ചത്. അപ്പോൾ ഞങ്ങൾ തെറി വിളിക്കും, ഞങ്ങൾ വിമർശിക്കും എന്നൊരു തലമുറ എങ്ങനെയായിരിക്കും തീരുമാനിക്കേണ്ടത്? അവരുടെ ആ ഭയം എങ്ങനെ ഇല്ലാതായത്? അതായത് ആ ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അങ്ങനെ ഭയക്കേണ്ട ഒന്നല്ല ഡിക്റ്റേറ്റർ എന്നെഴുതിയിട്ട് അതിനെ വേർതിരിച്ചെഴുതി അശ്ലീലമാക്കി മാറ്റിയാണ് അവർ തിരിച്ച് മറുപടി പറയുന്നത്. അതായത് അത്രയധികം സൂക്ഷ്മമായി ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് ഈ 30 വയസ്സിൽ താഴെയുള്ള ഈ വിദ്യാർത്ഥികൾ എന്ന് വരുമ്പോൾ ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അവരുടെ നിലപാടുകളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ചെയ്യണം. അങ്ങനെ ആദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജനങ്ങളോട് എന്താണ് പറയുന്നത്, ജനങ്ങളെങ്ങനെയാണ് ഈ അവരുടെ വിഷയങ്ങളിൽ ആകർഷിക്കുന്നത്. ഇപ്പോൾ E20 പെട്രോൾ ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിഷേധം അതേക്കുറിച്ചായിരിക്കും, E20 പെട്രോളിനെ കുറിച്ചായിരിക്കും.
ഇന്നേ വരെ കോൺഗ്രസ് അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടോ? E20 പെട്രോൾ രാഹുൽ ഗാന്ധിയുടെ വണ്ടി പോലും ചിലപ്പോൾ ഓഫായി പോകുന്നുണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് പോലും അത് പ്രശ്നമല്ല. അതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സ്കാമാണ്. ഈ നോട്ട് നിരോധനം കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമാണ് എന്ത്? E20 പെട്രോൾ. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു പ്രശ്നമല്ല. അതേക്കുറിച്ച് ആരും പഠിക്കുന്നില്ല, അതേക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. വോട്ട് തന്നെ. E20ക്കെതിരെ പ്രശ്നം ചിലപ്പോൾ മോഡിയുടെ സപ്പോർട്ടും കിട്ടും കേട്ടോ, ഗഡ്കരിക്കെതിരെ. അല്ല, അതിന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് വേറൊരു തരത്തിൽ ടാക്സ് കൊള്ള കൂടിയാണല്ലോ. അതായത് പെട്രോളിൽ വില കുറഞ്ഞ പട്ടച്ചാരായം, നമ്മൾ ഈ എത്രയെന്നൊക്കെ ചുമ്മാ പറഞ്ഞാൽ പട്ടച്ചാരായമാണ്, കരിമ്പിൽ നിന്നുണ്ടാകുന്ന പട്ടച്ചാരായം കലർത്തുന്നു. അതിന് എന്ത് ചെയ്യുന്നു? ഓൾറെഡി GST കൊടുത്ത് വാങ്ങുന്ന പട്ടച്ചാരായത്തിന് നമ്മൾ വീണ്ടും പെട്രോളിൻ്റെ കാശ് ടാക്സ് കൊടുക്കുകയാണ്. അത് അതിലും വലിയ വേറൊരു ടാക്സ് കൊള്ള നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇതൊന്നും ആരോട് വിളിച്ചു പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതേക്കുറിച്ചൊന്നും ആരും മിണ്ടുന്നില്ല, അവർക്ക് ആശങ്കയില്ല. അതൊക്കെ പോട്ടെ, ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഈ പ്രതിപക്ഷത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണല്ലോ വോട്ട് ചോരി. ഈ വോട്ട് ചോരി ഇവരെങ്ങനെയാണ് ഇനി ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത്? അതാണല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇലക്ഷൻ കമ്മീഷനെ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു ഭരണഘടനാ സ്ഥാപനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ വോട്ട് SIR, അതിന് രണ്ടും ജനങ്ങളുമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് SIR. നിങ്ങളുടെ വോട്ട് പോയി. ഈ പിള്ളേരോട് നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടു കേട്ടോ സമരം ചെയ്താലെന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി എന്താ പറയുക? അതിനെന്താ, അത് പൗരത്വരേഖയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വിസ്ഡം പോലും ആർക്കില്ല. ഈ കുട്ടികളുടെ വിസ്ഡം പോലും ഈ വിഷയത്തിൽ ആർക്കില്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജെൻസി കുട്ടികൾ അപൊളിറ്റിക്കലാണ്. അവർക്ക് രാജ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല, അവർക്ക് ബുദ്ധിയില്ല. ഇവരൊക്കെ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന മില്ലനിയൽസ് തന്തമാർ, ഞാൻ ഉൾപ്പെടെയുള്ള മില്ലനിയൽസ് തന്തമാർ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഈ മുതിർന്ന ആളുകൾ, അവരൊന്നുകൂടി ഒന്ന് റീവർക്ക് ചെയ്യണം, അവരെ റീസ്ട്രക്ചർ ചെയ്യണം. കാരണം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ പറയുന്ന ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്. മറ്റ് ഏജിങ് പോപ്പുലേഷൻ അല്ല, അവരാണ് കൂടുതൽ വോട്ട് ചെയ്യുക. അവരുടേതാണ് രാജ്യം, അവരുടേതാണ് ഭാവി, അവരുടേതാണ് അടുത്ത തലമുറ, അവരാണ് ഇനി വോട്ടർമാർ. അപ്പോൾ അവർ സംസാരിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇവർക്കൊരു റിസർവേഷനെങ്കിലും കൊടുക്കണം ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്. ഈ തന്തമാരുടെ ആശയങ്ങളെക്കാൾ ഇവരുടെ ആശയങ്ങൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാവുക, അവർക്കാണ് കുറേ കൂടി പൊളിറ്റിക്കൽ കൃത്യത ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.